ICC T20 വേൾഡ് കപ്പ് 2026 ഒരു ഞെട്ടിക്കൽ ബിരിയാണി തന്നെ സംഭവിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ശക്തരായ ഓസ്ട്രേലിയനെ സിംബാബ്വെ പിടിച്ചിട്ടു എന്ന് തന്നെ പറയാം. ഞെട്ടിച്ചു കളഞ്ഞു. ആദ്യം ബാറ്റ് ചെയ്ത് സിംബാബ്വെ 169 റൺസ് എടുത്തു. അവരുടെ ബാറ്റ്സ്മാൻമാരുടെ മികവിൽ അധികം വിക്കറ്റുകളൊന്നും പോകാതെ ബെന്നറ്റ് അതുപോലെയുള്ള താരങ്ങളൊക്കെ നല്ല റൺസൊക്കെ എടുത്തിട്ടുണ്ട്. 169 റൺസ് എടുത്തിട്ട് രണ്ടാമത് ബാറ്റ് ചെയ്യാനായിട്ട് വന്ന ഓസ്ട്രേലിയ 46 റൺസോ മറ്റോ ഒക്കെ ആയപ്പോഴത്തേക്ക് 3 വിക്കറ്റ് 4 വിക്കറ്റ് നഷ്ടപ്പെട്ടു പോയായിരുന്നു. പിന്നീട് ഒരു ചെറുത്ത് നിൽപ്പ് നടത്തിയത് മാക്സ്വെല്ല്, പിന്നെ അതുപോലെ റയാൻ ഡെൻഷോ എന്നീ താരങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും പക്ഷേ അത്ഭുതങ്ങളൊന്നും സംഭവിപ്പിക്കാൻ ഓസ്ട്രേലിയക്ക് സാധിച്ചില്ല. പക്ഷേ സിംബാബ്വെ എന്ന ടീം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ മിടുക്കരാണ്. അവരുടെ ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ഫീൽഡിംഗ് ആണെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു. നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ബ്ലെസ്സിംഗ് മുസർബനി എന്ന് പറയുന്ന താരമാണ് മാൻ ഓഫ് ദ മാച്ച് ആയത്. അദ്ദേഹം വിക്കറ്റുകൾ കൊയ്തു. ഫീൽഡിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും പറന്നു പിടിക്കുന്ന ക്യാച്ചുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. അതും നിർണായകമായ വിക്കറ്റൊക്കെ. അത് എന്താ പറയാ, സിംബാബ്വെ എന്ന ടീമിനെ കുറിച്ച് പറയാനാണെങ്കിൽ പണ്ട് ആൻഡി ഫ്ലവറും ഗ്രാൻഡ് ഫ്ലവറും ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഒരു പ്രതാപം ആയിരുന്നു. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ കയറി വന്ന് ഇന്ത്യനെയൊക്കെ വന്ന് ഞെട്ടിച്ചിട്ടുള്ള, ഇന്ത്യയിൽ വന്ന് കൊച്ചിയിൽ വന്ന് വരെ കളി ജയിച്ചിട്ടുള്ള ടീമാണ് ഇന്ത്യക്കെതിരെ. അന്നത്തെ ഹോണ്ട എന്ന് പറയുന്ന ബോളറിനെയൊക്കെ ഇപ്പോഴും മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മികച്ച ഒരു പ്ലെയർ ആയിരുന്നു. അങ്ങനെ നിന്നിരുന്ന ശക്തരായിട്ടുള്ള സിംബാബ്വെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നം കാരണം സിംബാബ്വെ എന്ന ടീം തന്നെ ഇല്ലാതായി. പേരിന് ക്രിക്കറ്റിൽ സിംബാബ്വെ എന്ന് പറയാനുണ്ട്, പക്ഷെ അവർക്ക് നല്ല രീതിയിൽ ക്രിക്കറ്റിലേക്ക് അവരുടെ ആ ഒരു ശോഭിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ആഭ്യന്തരപരമായ കുറെ പ്രശ്നങ്ങൾ മൂലം ആ ടീം തന്നെ അവിടെ മൊത്തത്തിൽ നശിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഞെട്ടിക്കൽ ബിരിയാണി പോലെ ഞെട്ടിക്കൽ നടത്തുന്ന ഞെട്ടിക്കൽ ടീമാണ് സിംബാബ്വെ. പറയാതിരിക്കാൻ മേല. ഓസ്ട്രേലിയനെയൊക്കെ അതുപോലെ തന്നെ മുട്ടുകുത്തിച്ചിട്ടുള്ള ടീമാണ് ഇടയ്ക്ക് വന്നിട്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല സിംബാബ്വെയുടെ ഭാഗത്തുനിന്ന് ഇത്രയും നല്ലൊരു മാച്ച് ഉണ്ടാകും എന്നുള്ളത്. നമ്മൾ സിംബാബ്വെയിലെ കളിക്കുന്ന എന്നുള്ള ഒരു നിലയ്ക്ക് നമ്മൾ അതങ്ങ് കണ്ടങ്ങ് വിടത്തേ ഉള്ളൂ. ബ്രെൻഡൻ ടൈലറിനെ പോലെയൊക്കെയുള്ള പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ട് നല്ല കിടിലം പ്രകടനം നടത്തും. അവരുടെ ഇടയിൽ നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്ന് ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് എവിടെയൊക്കെയോ സാധിക്കുന്നില്ല. അവരെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എവിടെയൊക്കെയോ എത്തുന്നില്ല. അവരുടെ ആ പഴയ ഒരു പ്രതാപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ മേല. അത്രയ്ക്ക് നല്ല ഒരു ടീമാണ്. എന്തായാലും ഈ ഒരു 2026 T20 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയനെ മുട്ടുമടക്കിച്ചിട്ടാണ് അവര് നിൽക്കുന്നത്. ഇനിയിപ്പം സിംബാബ്വെ പുറത്തായാൽ പോലും അവർക്ക് പറയാനായിട്ട് അവർക്കുള്ള ഒരു പൊന്തൂര് ഓസ്ട്രേലിയനെ തോപ്പിച്ചു എന്നുള്ളതാണ്. അതും നല്ല വ്യക്തമായിട്ട് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരുപോലെ മുന്നിട്ട് നിന്നിട്ട്. അപ്പോൾ എന്തായാലും കളി ലൈവായിട്ട് തന്നെ കാണാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ എന്താ പറയുക, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ ടീമുകൾ വലിയ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങളൊക്കെ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ നടത്തിയായിരുന്നു. സിംബാബ്വെ എന്ന ഒരു വലിയ ടീം ചെറുതായി പോയി ഒരു കാലഘട്ടത്തിൽ ഒരു സാഹചര്യം കൊണ്ട് ആ ചെറിയ ടീം വലിയ ചെറിയ ടീം ഓസ്ട്രേലിയ പോലെ കരുത്തരായിട്ടുള്ള ടീമിനെ മുട്ടുകുത്തിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ്. അപ്പം വേൾഡ് കപ്പ്, ഈ ഒരു T20 വേൾഡ് കപ്പിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആവേശകരമായ ഒരു മത്സരം കാണാൻ പറ്റിയതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാനും ഇരിക്കുന്നത്. എന്നെ പോലെ തന്നെ കളി കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടാവുമെന്ന് അറിയാം. കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.